ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2027 സീസണിന് മുന്നോടിയായുള്ള പടയൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ പല ടീമുകളും ഫിറ്റ്നസ് ക്യാമ്പുകളടക്കം ആരംഭിച്ചും കഴിഞ്ഞു. അവസാന സീസണുകളിലെ പിഴവുകൾ നികത്തി ശക്തമായ തിരിച്ചുവരവിനാണ് ടീമുകളിലെല്ലാം തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള താരക്കൈമാറ്റങ്ങളും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് അടിമുടി മാറാൻ പോകുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. സഞ്ജു ചെന്നൈയിലേക്ക് എത്തുന്നതിലൂടെ തന്നെ പല മാറ്റങ്ങളും നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. സഞ്ജു ചെന്നൈയിലേക്ക് എത്തിയാൽ ക്യാപ്റ്റൻ, ഇനി ധോണി മെന്റർ. പല മാറ്റങ്ങളും വമ്പൻ ടീമിനായി തന്നെ തിരഞ്ഞെടുക്കുകയാണ് CSK. വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് CSK പ്ലാൻ ചെയ്യുന്നതെന്ന് കൂടി പറയുന്നു. ഇതിലൂടെ CSKയുടെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുണ്ടെന്നും മനസ്സിലാക്കി തരുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന് കാര്യമായൊന്നും ചെയ്യാനായിട്ടില്ലായിരുന്നു. MS ധോണി പടിയിറങ്ങി ഋതുരാജ് ഗേക്വാദ് നായകസ്ഥാനത്തെത്തി CSK പിന്നോട്ട് പോയി. വരുന്ന സീസണിൽ അടിമുടി മാറ്റങ്ങളോടെ ഇറങ്ങാനുള്ള പദ്ധതികളാണ് ഒരുങ്ങുന്നത്. CSKയിൽ കടന്നിരിക്കുന്നതും അതുതന്നെയാണ്. ഇതിന്റെ ആദ്യ പടിയായാണ് പരിശീലക സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ CSK ഒഴിവാക്കിയത്. പുതിയ പരിശീലകനായി മൈക്കൽ ഹസിയെ കൊണ്ടുവരാനാണ് CSK പദ്ധതിയിടുന്നത്. മുൻ ഓസീസ് താരവും CSK താരവുമായ ഹസി CSKയുടെ ശൈലിക്ക് അനുയോജ്യനായ താരമാണ്. അതുകൊണ്ട് തന്നെ ഹസിയെ CSK പരിശീലകനാക്കി കൊണ്ടുവരുന്നതിൽ താരങ്ങൾക്കും താല്പര്യമുണ്ടാകുമെന്നും പറയുന്നുണ്ട്. CSK CEO MS ധോണി ഋതുരാജ് ഗേക്വാദുമായി ചർച്ച നടത്തിയിരുന്നു. ഋതുരാജിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. സഞ്ജു സാംസനെ അടുത്ത സീസണിൽ നായകനായി കൊണ്ടുവന്നേക്കുമെന്നും സൂചനകളുണ്ട്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ഒരാൾ കൂടിയാണ്. സഞ്ജു രാജസ്ഥാനെ ഫൈനൽ കളിപ്പിച്ച ക്യാപ്റ്റൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ CSKയ്ക്ക് സഞ്ജുവിനെ നായകനാക്കുന്നതിൽ വലിയ ആശങ്കയുണ്ടാകില്ലെന്നുള്ള കാര്യം കൂടി ഏകദേശം ഉറപ്പായിരിക്കുകയാണെന്ന് പറയാം. ഓരോ തവണയും ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെയധികം എല്ലാവർക്കും ആശ്വാസമുണ്ടാക്കുന്നു, ചിലതൊക്കെ തന്നെയും ടെൻഷൻ ഉണ്ടാക്കുന്നു. MS ധോണിയുടെ പിന്തുണയും സഞ്ജുവിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ നായകസ്ഥാനത്തേക്ക് CSK കൊണ്ടുവരാൻ സാധ്യതകൾ ഏറെയാണ്. ധോണി ഉപദേഷ്ടാവിന്റെ റോളിൽ CSKയ്ക്കൊപ്പം ഉണ്ടാകുമെന്നാണ് വിവരം. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന്റെ കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമാകും. ധോണിയുടെ സാന്നിധ്യം സഞ്ജുവിന് ആത്മവിശ്വാസം നൽകുമെന്ന കാര്യവും ഉറപ്പാണ്. വരുന്ന സീസണിന് മുന്നേ CSK ടീമിൽ അഴിച്ചുപണി നടത്താനുള്ള സാധ്യതകളും ഏറെയാണ്. നിലവിൽ മികച്ച ബൗളിംഗ് നിരയുടെ തന്നെ അഭാവമാണ് ടീമിന്റെ പ്രധാന പ്രശ്നം. CSK ബൗളിംഗ് നിരയിലേക്ക് മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് എന്നിവരെയും സ്പിൻ നിരയിലേക്ക് യുസ്വേന്ദ്ര ചഹലിനെയും നോട്ടമിട്ടേക്കും. പേസ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരാൻ ടീം ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻ സ്ഥാനം വേണമെന്നതിനാൽ ഈ കൂടുമാറ്റം ഇപ്പോൾ അസാധ്യമായിരിക്കുകയാണ്. ഹാർദിക്കിനെ KKRനൊപ്പം കൂട്ടാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും.